ജീവിതത്തിൽ ഇന്നേ വരെ തോൽവി എന്താണെന്നറിയാത്ത അഡ്വക്കേറ്റ് രാഘവനുണ്ണി തോൽവിയുടെ കയ്പ് എന്താണെന്ന് അറിയാൻ പോകുന്ന ദിവസമാണിന്ന്. ഇന്നത്തെ തോൽവി തന്റെ പതനത്തിന്റെ തുടക്ക. അത് കാണാനാ ഞാനിവിടെ വന്നത്. താനെന്താടോ ഉറക്കപ്പായ നേരിട്ട് എഴുന്നേറ്റ് പോന്നാണോ? അതോ ഇനി സ്വപ്നം കണ്ട് ഇപ്പോഴിങ്ങനെ ഉറക്കത്തിൽ നിൽക്കുകയാണോ? അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു സ്വപ്നമല്ല രാഘവനുണ്ണി വക്കീലെ. അധികം വൈകാതെ സാർ മനസ്സിലാക്കും സ്വപ്നമേതാ യാഥാർത്ഥ്യമേതാന്ന്. നിനക്കെന്താടി പെണ്ണ് ഇവിടെ ഞങ്ങൾക്കിടയിൽ കാര്യം? അവൾക്കേ കാര്യമുള്ളൂ രാഘവ. അല്ലെങ്കിൽ കാര്യമുള്ളത് അവൾക്ക് മാത്രമാണെന്ന് പറയാം. ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞില്ലേ, ആസന്നമായ തന്റെ തോൽവി അതിന്റെ കാരണക്കാരി ദേ ഇവളായിരിക്കും, അഡ്വക്കേറ്റ് അഞ്ജലി. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ, ഫോർമർ അഡ്വക്കേറ്റ് ശിവരാമകൃഷ്ണൻ നായരുടെ മകൾ അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമകൃഷ്ണൻ. അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമകൃഷ്ണൻ. അഡ്വക്കേറ്റ് അഞ്ജലി ശിവരാമകൃഷ്ണൻ. ഇങ്ങനൊരു ട്വിസ്റ്റ് താൻ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അല്ലേ? അതാ ഞാൻ പറഞ്ഞത്. ഇനി അങ്ങോട്ട് അഡ്വക്കേറ്റ് രാഘവനുണ്ണിയുടെ കണക്കൂട്ടലുകൾ ഒന്നിനു പിറകെ ഒന്നായി തെറ്റിക്കൊണ്ടേയിരിക്കും. ഈ കാർത്തിക് പത്മ കേസ് അതിന്റെ ഒരു തുടക്കം മാത്രം. തന്റെ തകർച്ച തുടങ്ങി രാഘവ. ഈ തൊഴിൽ നിർത്തി തനിക്ക് സന്യസിക്കാൻ പോവാം. അതെ, താൻ ഈ പറയുന്നതൊക്കെ പഴയ മലർക്കൊടിക്കാരന്റെ സ്വപ്നങ്ങൾ മാത്രമാ. സോ അൺറിയൽ. എന്തായാലും തന്റെ ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ചതിച്ചും വഞ്ചിച്ചും നേടിയെടുത്ത അധികാരപർവ്വതത്തിന്റെ മുകളിൽ കയറിയിരിക്കുന്നവന്റെ വല്ലാത്തൊരു വിഭതി ധൈര്യം, അത് സമ്മതിച്ചിരിക്കുന്നു. പക്ഷെ ആ കോൺഫിഡൻസ് തന്നെയാണ് തന്നെ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് കൊണ്ടിടാൻ പോകുന്നതും. ശിവരാമകൃഷ്ണ, യു ക്യാൻ നോട്ട് മൈ പോയിന്റ്. താനിപ്പോൾ പറഞ്ഞതുപോലെയുള്ള ഒരു പതനം പത്മ കേസിൽ എനിക്ക് ഉണ്ടാവുകയാണെങ്കിൽ അടുത്ത നിമിഷം ബാർ കൗൺസിലിൽ ഈ അഡ്വക്കേറ്റ് നേരിട്ട് ചെന്ന് രാജിക്കത്ത് എഴുതി എറിഞ്ഞു കൊടുത്തിട്ട് ഞാൻ ഇവിടെ വരും, തന്റെ കാല് തൊട്ട് നമസ്കരിക്കാൻ. അതല്ലെങ്കിൽ താൻ അതെന്നോട് ചെയ്യണം, പബ്ലിക്കായിട്ട് സ്വന്തം മകളുടെ മുന്നിൽ വെച്ച്. എന്താ, തയ്യാറാണോ? തയ്യാറാണ്. എന്നാ ശരി, നമുക്ക് കാണാം. കാണാം, തീർച്ച.
ഹാ. ഹാഹാ. ആഹാ, നല്ല പായസത്തിന്റെ മണം. എന്താ അമ്മായി, ഇന്ന് ആകെ സന്തോഷത്തിലാണല്ലോ. പിന്നെ സന്തോഷിക്കാതെ? ഇന്നത്തെ ദിവസം സന്തോഷിച്ചില്ലെങ്കിൽ പിന്നെ എന്നടിമോളെ നമ്മൾ സന്തോഷിക്കുന്നത്? അതെന്താ, പത്മയുടെ കേസിന്റെ കാര്യം ഓർത്തിട്ടാണോ അമ്മായിക്ക് ഇത്ര സന്തോഷം? അതിന് കേസിൽ ഇന്ന് വിധിയൊന്നും ആവില്ല കേട്ടോ. അതിനൊക്കെ ഇനിയും ഒരുപാട് സമയം വേണ്ടിവരും. അത് പിന്നെ എനിക്കറിഞ്ഞൂടെ? ഞാനേ ഒരു വക്കീലിന്റെ അമ്മ മാത്രല്ല, ഭാര്യയും കൂടിയാ. അത് നീ മറന്നു. ഓ, ആ വഴിക്കുള്ള സന്തോഷം. ഇപ്പൊ കാര്യം പിടികിട്ടി. അതേടി, അതെ. അഞ്ജലി ഒരു കൂട്ടിന് വേണ്ടിയിട്ടാ ശിവരാമേട്ടനെ കോടതിയിലേക്ക് കൊണ്ടുപോയത്. എന്നാലും 10-15 വർഷത്തിനു ശേഷം ആ മനുഷ്യൻ കോടതിയിലേക്കെന്ന് പറഞ്ഞ് മോളോടൊപ്പം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കണ്ടപ്പോ സത്യം പറഞ്ഞ എന്റെ കണ്ണും കരളും നിറഞ്ഞുപോയി. ഞാൻ കുറേ നേരം വരാന്തയില് തൂണും പിടിച്ചു നിന്ന് കരഞ്ഞുപോയി. ഓ, നശിപ്പിച്ചു. ആ സന്തോഷത്തിന്റെ ഫ്ലോ അങ്ങനെ നിക്കട്ടെ അമ്മായി. ദേ, ഞാൻ വരുന്നത് വരെ അമ്മായി എത്ര ഹാപ്പി ആയിട്ടാ ഓരോന്ന് ചെയ്തോണ്ടിരുന്നെ. ഇനി ഓരോന്ന് ഓർത്ത് നിന്നിങ്ങനെ ചെണുങ്ങാതെ വേഗം പോയി ജോലിയൊക്കെ തീർക്കാൻ നോക്ക്. വെറുതെ സെന്റ് ഡയലോഗൊക്കെ അടിച്ച്. ആ, അത് ശരിയാ. ഞാനിങ്ങനെ വർത്താനം പറഞ്ഞോണ്ട് നിന്നാലേ അവരിങ്ങെത്തിയാലും 2ാം പായസം അടുപ്പത്ത് തന്നെ ഇരിക്കേയുള്ളൂ. ആഹാ, 2ാം പായസോ? ആ, അതെ. അടയും സേമിയയും ഒന്നെടുത്താ ഒന്ന് ഫ്രീയാ. എന്നാ പിന്നെ ദാഹം മാറ്റിക്കള. വാ വാ അണ്ണേ, 2 ഇളനീര് കൊടുങ്കേ. നൊങ്ക് കൊടുങ്കോ, കൊടുങ്കുളോ நொங்கா? അണ്ണാ, 2 നൊങ്ക്. சரிங்க அண்ணே. ഇതങ്ങ് ആദ്യമേ അങ്ങ് പറഞ്ഞാ പോരായിരുന്നോ? എന്താന്നറിയില്ല, എനിക്കും ലാലേട്ടനെ ഈ അന്യഭാഷ പണ്ടേ പ്രശ്നമാണ്. അല്ലേ മോളെ? കൊതിയായിട്ട് നன்றി അണ്ണേ. അതെ, നമ്മളിവിടെ കരിക്കും കുടിച്ച് നിന്നാ കോടതിയിലെത്താൻ ലേറ്റ് ആവൂലേ? ഈ കോടതിയൊക്കെ എന്നാ ഉണ്ടായത്? അതൊക്കെ അതിന്റെ മുറ പോലെ അങ്ങ് നടന്നോളും. ഈ ജഡ്ജിയും വവ്വാലിന്റെ കോട്ടിട്ട വക്കീലന്മാരൊക്കെ അവിടെ എത്തിയ എഴുത്തുകുത്തുകളൊക്കെ തുടങ്ങുമ്പോഴേക്കും നമ്മളവിടെ എത്തൂലേ? എന്നാലും ഒരെന്നാലും ഇല്ല. നൊങ്ക് സാപ്പിടപ്പാ, നല്ല നൊങ്കല്ലേ? മാട്ടച്ചവ വാങ്ങിച്ചും പോയി, വാങ്ങിക്കണ്ടായിരുന്നു.
ഉം, ഉം. വാ വാ പോവാം പോവാം. വാ അണ്ണാ, എവിടെ വാച്ച്? 50. പത്മേ, ഞാൻ നമ്മുടെ രാഷ്ട്രപിതാവിന്റെ വാക്കുകൾ ഓർക്കുകയായിരുന്നു. രാഷ്ട്രപിതാവോ? ആ, നമ്മുടെ ഗാന്ധിജി പറഞ്ഞിട്ടില്ലേ, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതിന്, ഇനി സംഭവിക്കാനിരിക്കുന്നതും നല്ലതിന്. അല്ല, ഇത് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ളതല്ലേ? ആണ്. ആ അതെ, ആ, ഇത് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞിട്ടുള്ളതാ ഇത്. ഞാൻ ശംഖുചക്രത്തിലുണ്ടായിരുന്നപ്പോഴേ അവിടുത്തെ അച്ഛമ്മ പറഞ്ഞ് ഞാൻ ഇതൊക്കെ കേട്ടിട്ടുണ്ട്. തന്നെ? ആ ആ, അതൊക്കെ പോട്ട്. അതിപ്പോ ഗാന്ധിജി ആയാലും കൃഷ്ണനായാലും പറഞ്ഞത് കാര്യമാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അല്ല, അമ്പാടി ചേട്ടൻ എന്താ പറഞ്ഞു വരുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. പേടിക്കണ്ട, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. ഉം. ഇപ്പൊ പത്മ ഇവിടെ തേങ്ങാപട്ടണത്ത് കൊണ്ടാക്കേണ്ടത് ആരായിരുന്നു? രാജീവ് അല്ലേ? ആ ആ പക്ഷേ അവന് വരാൻ പറ്റാതെ വന്നപ്പോ ആ പണി അഞ്ജലി സ്വയം ഏറ്റെടുത്തു. എന്നിട്ട് അഞ്ജലിക്ക് വരാൻ പറ്റിയോ? ഇല്ല. ഉം. അതാണ് പത്മയെ ഇവിടെ ഈ തേങ്ങാപട്ടണത്ത് കൊണ്ടാക്കാനും ഇന്ന് പത്മയെ കോടതിയിലേക്ക് തിരികെ കൊണ്ടുപോയി ആക്കാനുള്ള ഒരു മഹായോഗവും ദൈവം എന്റെ തലയിലാണ് എഴുതി വെച്ചേക്കുന്നത്, നോട്ട്ബുക്കിൽ. അതാണ് ഞാൻ പറഞ്ഞത്, സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതിന്, സംഭവിക്കാൻ പോകുന്നത് നല്ലതിന്. ഇപ്പൊ പിടികിട്ടിയാ? ഇല്ല. ഇല്ലേ? ആ, അതൊക്കെ പോട്ട്. ഒരു സംഭവം കാണിച്ചു തരാം, നോക്കൂ. ഞെട്ടും. ദാ, ഇത് തുറന്നു നോക്ക്, അപ്പൊ കാര്യം പിടികിട്ടും. ഉം. 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 എനിക്ക് പ്ലാസ്റ്റിക് വളകളെക്കാളും കറുപ്പും ചുവപ്പും കുപ്പിവളകളാ ഇഷ്ടം. അപ്പൊ സംഗതി വർക്കൗട്ടായോ? ഇപ്പൊ പിടികിട്ടിയ എല്ലാം ഒരു നല്ലതിന് വേണ്ടിയിട്ടാണെന്ന്. ചുവപ്പും കറുപ്പും നിറത്തിലുള്ള കുപ്പിവളകൾ എന്താ, ഇഷ്ടപ്പെട്ടോ പത്മജി? ഇഷ്ടപ്പെട്ടു, പക്ഷെ എനിക്കിത് വേണ്ട. വേണ്ടെന്ന് വെച്ചോ? വേണ്ടാന്ന് വെച്ചാ ഇങ്ങനെ വേണ്ടാന്ന്. അമ്പാടിച്ചേട്ടന് ഇത് എന്റെ കയ്യിലിട്ടെന്നാ മതി, അതാ എനിക്കിഷ്ടം. എനിക്ക് ഞാൻ ഇട്ടുതരാം. കൈ കാണി. അതെ, ഇനി നിന്നാലേ നമ്മൾ കോടതിയിലെത്താൻ താമസിക്കും. എന്നാ പിന്നെ ഇന്നത്തേക്ക് തൽക്കാലം ഇത്രയും മതി. അടുത്ത തവണ ഞാനൊരു കളർഫുൾ ധാവണിയും കനകാംബര പൂവും സെറ്റാക്കാം.
കംപ്ലീറ്റ് ഒരു തമിഴ്നാട് സെറ്റപ്പ് ആയിക്കോട്ടെ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? ഒന്ന് പോ ചേട്ടാ അവിടുന്ന്. പൊട്ടിച്ചല്ലേ? പോടുന്നു. പോ. യുവർ ഓണർ, ബഹുമാനപ്പെട്ട പ്രതിഭാഗം അഭിഭാഷകൻ ഈ കേസ് ആരംഭിച്ച ആദ്യ നാൾ മുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ കക്ഷിയെ വ്യക്തിഹത്യ നടത്താനും സ്വഭാവദൂഷ്യമുള്ള പെണ്ണായി ചിത്രീകരിച്ച് കാര്യങ്ങൾ വളച്ചൊടിക്കാനുമാണ്. എന്നാൽ ഈ കേസിൽ പരാതിക്കാരിയുടെ വാദങ്ങൾ സാധൂകരിക്കുന്ന സോളിഡായ എവിഡൻസ് ആണ് കേസിലെ 5-ാം പ്രതിയായ മുരളി നൽകിയ മൊഴി. അതായത് മുരളി മാപ്പുസാക്ഷിയായതോടെ രക്ഷപ്പെടാൻ മറ്റു വഴികളൊന്നുമില്ലെന്ന് ബോധ്യമായ സാഹചര്യത്തിലാണ് പ്രതിഭാഗം വീണ്ടും ഒരു കാരണവും കൂടാതെ അതിജീവിതയെ വിസ്തരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആയതിനാൽ അത് അനുവദിക്കരുതെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു, യുവർ ഓണർ. മിസ്റ്റർ രാഘവനുണ്ണി, യുവർ ഓണർ, ഈ മുരളി എന്ന് പറയുന്ന ഈ കേസിലെ 5-ാം പ്രതി ഒരു സുപ്രഭാതത്തിൽ മാപ്പുസാക്ഷിയുടെ കുപ്പായമിട്ട് ഈ കോടതി മുമ്പാകെ അവതരിച്ചു എന്നത് ഒരു വസ്തുത തന്നെയാണ്. ഐ ഡു അഗ്രി. പക്ഷേ അയാൾ എങ്ങനെ മാപ്പുസാക്ഷിയായി എന്നുള്ളതാണ് ഇന്ന് ഇവിടുത്തെ പ്രസക്തമായ ചോദ്യം എന്ന് ഞാൻ കരുതുന്നു. ഈ മുരളി മാപ്പുസാക്ഷിയാകുന്നതിന് മുമ്പ് ഈ പത്മയും മുരളിയും എവിടെയെങ്കിലും